ഫണ്ടിംഗ് പിപ്പ് ഒരു സ്കാം ആണോ അല്ലയോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫണ്ടിംഗ് പിപ്പിന്റെ ചാലഞ്ച് എടുക്കാൻ പോകുന്നവരും ഓൾറെഡി ഇവാലുവേഷൻ ഫേസ് ട്രേഡ് ചെയ്യുന്നവർക്കും മാസ്റ്റർ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നവർ എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. ഹിഡൻ റൂൾസ് മനസ്സിലാക്കാനും പുതുതായി വന്നിട്ടുള്ള റൂൾസും കാര്യങ്ങളും മനസ്സിലാക്കാനും ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ആകാതെ കാണുക. അതേപോലെ ഫോറക്സ് റിലേറ്റഡ് കണ്ടന്റ് കാണാൻ വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ലേണിംഗ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫോറക്സ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സീരീസ് ആണ്. ICT കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഫണ്ടിംഗ് പിപ്സിന്റെ പുതുതായി വന്നിട്ടുള്ള റൂൾസ് മനസ്സിലാക്കാം. ഫണ്ടിംഗ് പിപ്സ് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് മാറുമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെനുവിൻ പ്രൊഫോം ആണോ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഉള്ളത് ഫണ്ടിംഗ് പിപ്സിന്റെ പേജിലാണ്. നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോവാം. നമുക്ക് ചാലഞ്ചസിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് 3 പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. മാച്ച് ട്രേഡർ, സീ ട്രേഡർ, ട്രേഡ് ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതുപോലെ പുതുതായിട്ട് ഇവർ ചാലഞ്ചസ് ഫേസ് മാറ്റം വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പും 3 സ്റ്റെപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് മാത്രം, ഒരു ഇവാലുവേഷൻ ഫേസ് മാത്രം പാസ്സാകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ 3 സ്റ്റെപ്പും. ഫീസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ റിസ്ക് പെർസ്പെക്റ്റീവിലും ടാർഗറ്റ് പെർസ്പെക്റ്റീവിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ള റൂളിന് ചേഞ്ച് ആയിട്ട് മിനിമം ട്രേഡിംഗ് ഡേയ്സിനെ നോക്കാം. മിനിമം ട്രേഡിംഗ് ഡേയ്സിൽ 3 ഡേയ്സ് ഇപ്പം വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് 0 ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ 3 ഡേയ്സിൻ്റെ എന്താണ് റൂള് നമുക്ക് നോക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു ട്രേഡർ 2 ഡേയ്സിൽ ട്രേഡിംഗ് ഇവാലുവേഷൻ ഫേസ് എല്ലാം പാസ്സായിട്ട് മേജർ അക്കൗണ്ടിലേക്ക് പോക്കാണെന്ന് വിചാരിക്കാം. ഈ സിനാരിയോയിൽ അവർക്ക് അക്കൗണ്ട് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് 3 ഡേയ്സ് മിനിമം അവർ ട്രേഡ് ചെയ്തിരിക്കണം. എക്സാമ്പിളായിട്ട് ഇതിനൊരു സൊല്യൂഷനായിട്ട് 0.01 ലോട്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് 2 ദിവസം. അതിന് ശേഷം അവർക്ക് പാസ്സാക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ നോക്കാം. അല്ലാതെ പെട്ടെന്ന് ഈ റൂൾ അറിയാതെ ട്രേഡ് ചെയ്ത് പാസ്സാക്കാൻ നോക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ, അതായത് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ വന്നത് റിസ്ക് പെർ ട്രേഡ് ആണ്. ഫസ്റ്റ് നമുക്ക് റിസ്ക് പെർ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനാരിയോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിസ്ക് പെർ ട്രേഡ് എന്ന് വെച്ചിട്ട് 3% ഒരു സിംഗിൾ ട്രേഡ് നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഒറ്റ നോട്ടം നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് ഈ ചാറ്റ് സപ്പോർട്ടിൽ പോയിട്ട് മെസ്സേജ് അയക്കലാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ റിസ്ക് എടുത്ത് പെട്ടെന്ന് അക്കൗണ്ട് പാസ്സാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ 3% എടുത്തിട്ട് ട്രേഡ് ചെയ്തു നമുക്കൊരു എന്താ പറയുക 1:2 3 2.5 നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിങ്ങിൽ തന്നെ നമുക്ക്, അതായത് ഒരു പെർ ട്രേഡിൽ തന്നെ നമുക്ക് പാസ്സാക്കാൻ പറ്റുന്നതാണ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചായി പോകാനുള്ള സിനാരിയോ ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡറാണ്, റിസ്ക് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 3% എടുത്ത് ട്രേഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അയാൾക്ക് ഒരു 1% എടുത്ത് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാകുക. കുറച്ചും കൂടി അഗ്രസീവായിട്ട് നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ റിസ്ക് പെർസ്പെക്റ്റീവ് ആണ്, ആ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി ലോ റിസ്കിൽ നോക്കുന്നതായിരിക്കും നല്ലതുണ്ടാകുക. ഓക്കെ, നമ്മുടെ ഹാർഡ് മണി പുട്ട് ചെയ്തിട്ട് എടുക്കുന്ന ചാലഞ്ചസ് അല്ലേ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോക്കേണ്ടതാണ്. എത്ര വലിയ പ്രോബിലിറ്റിയുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ സൈക്കോളജിക്ക് എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ട്രേഡിംഗ് ആണ്. ന്യൂസിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് 4 മിനിറ്റ് വിൻഡോ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് 7 മണിക്കാണ് ഒരു ന്യൂസ് ഉള്ളത്. NFP CPI എന്തായിക്കോട്ടെ, വാട്ടവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 മിനിറ്റ് മുന്നും 2 മിനിറ്റ് ശേഷവും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, 7 മണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 6:57 ഓക്കെ 6:57 അല്ലെങ്കിൽ 7:03 അതിൻ്റെ ഉള്ളിൽ ഒരു ടൈമിൽ നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്തുകൂടാ. ഓക്കെ, ആ പ്ലേസ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേസ് ചെയ്ത ട്രേഡ് പ്രോഫിറ്റ് പോയാൽ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് പേ ഔട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആ ലോസ് കാണിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സിനാരിയോ ആണ് ന്യൂസിൻ്റെ ടൈം നമ്മൾ ട്രേഡ് എടുത്താൽ ഉണ്ടാകുക ഇവരുടെ റൂൾ പ്രകാരം. പക്ഷേ ഇപ്പം വന്നിട്ടുള്ള ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടൈം പീരീഡ് 10 മിനിറ്റ്സ് ആക്കിയിട്ട് അവർ ഹൈ ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ഹൈ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ 7 മണി എടുത്തു. 7 മണീൻ്റെ മുന്നേ 5 മിനിറ്റ് മുമ്പ് ഒരു 6:55 അതേപോലെ 7:05 ആ 10 മിനിറ്റ് പീരീഡിനുള്ളിൽ നമ്മൾ ട്രേഡ് എടുക്കാനോ എക്സിറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഓൾറെഡി ഉള്ള ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസ് വന്നു നമ്മുടെ ഫേവറിൽ പോയി 7:05 ശേഷം, അതായത് 7:05 നമ്മൾ ബുക്ക് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു $1000 പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ആ സിനാരിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ ആ ഒരു $1000 നമുക്ക് പേ ഔട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള റൂള് പ്രകാരം നമ്മൾ ട്രേഡിങ് എടുത്തിട്ട്, അതായത് ട്രേഡ് എടുത്തിട്ട് ഈ ഒരു വിൻഡോയിനുള്ളിൽ ട്രേഡ് ക്ലോസ് ആക്കലാണെങ്കിലും ട്രേഡ് എടുത്താലും നമുക്ക്
പ്രോഫിറ്റ് കിട്ടില്ല. ഈ 5 മിനിറ്റിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ടൈമുള്ള 5 മിനിറ്റിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സിനാരിയോയിൽ വേറൊരു അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ട്രേഡ് 5 മണിക്കൂർ മുമ്പേ പ്ലേസ് ചെയ്തൊരു ട്രേഡ് ആണെന്ന്, അതായത് 5 മണിക്കൂർ മുമ്പേ റൈഡ് ചെയ്യുന്ന ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം വിൻഡോയിൽ എക്സിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് എടുത്ത ട്രേഡാണ് നമുക്ക് ആ ന്യൂസിൻ്റെ ടൈം പ്രോഫിറ്റ് കിട്ടി നല്ലൊരു മൂവ്മെൻറ്റിൽ ആ ഒരു 5 മിനിറ്റ് 7 മണി എന്ന് പറഞ്ഞു 7:05 നമ്മൾ കട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് പേ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂസ് ടൈമിന് ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും ന്യൂസ് ടൈമിന് പ്രോഫിറ്റ് കിട്ടിയാൽ പോലും നമ്മൾ എക്സിറ്റ് ചെയ്താൽ ആ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ന്യൂസിന് ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലിപ്പേജ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലോസ് വരാൻ ചാൻസ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. CPIൻ്റെ ടൈം 1% ആയിരുന്നു ഞാൻ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് പോയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ ഡ്രോ ഡൗൺ വന്നത് 3% ആണ് എൻ്റെ അക്കൗണ്ട് മൈനസിലേക്ക് പോയത്. ഓക്കെ, അതായത് 1% റിസ്ക് 3% മാറി. നമ്മൾ ഓർഡേഴ്സ് ആ സമയത്ത് പ്ലേസ് ആകുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയയിലായിരിക്കില്ല, കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും പ്ലേസ് ആകുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ന്യൂസിൻ്റെ ടൈം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാം. ഇനി അടുത്ത കാര്യം വരുന്നത് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പേ ഔട്ട്. എല്ലാ ആൾക്കാരും ഫേം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേ ഔട്ടിൻ്റെ കാര്യം. നോർമലി ഇവർ 80% സ്പ്ലിറ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് 5 ഡേയ്സിൽ വിഡ്രോസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റില്ലെങ്കിൽ ട്യൂസ്ഡേ വിഡ്രോ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായ പ്രോഫിറ്റിന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 80% സ്പ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വീക്സ് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ 80% സ്പ്ലിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എത്രയാണോ ക്യാപിറ്റൽ, ഇപ്പോൾ $1,000 ആണെന്നുണ്ടെങ്കിൽ $800 നിങ്ങൾക്ക് പേ ഔട്ടായിട്ട് വരുന്ന നോർമൽ സിനാരിയോ കിട്ടുന്നുണ്ടെങ്കിൽ 14 ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ഡേയ്സ്, അതായത് ഒരു ട്യൂസ്ഡേ ആ ടൈം പീരീഡ് ആയിരിക്കും അവർ പറയുന്നുണ്ടാകുക. പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 1 മന്ത് വെയിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള റൂളിൻ്റെ ബേസിൽ ഒരു ട്രേഡറെ സംബന്ധിച്ച് നോക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ഫണ്ടിങ് പിപ്സ് ആയാലും ഏതൊരു പ്രോഫേമും വർക്ക് ചെയ്യുന്നത് അവർ റിയൽ മണി തന്നിട്ടല്ല അവർ ട്രേഡിങ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. വെർച്വൽ ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്സും കാര്യങ്ങളും തന്നിട്ടാണ് അവരുടെ വർക്കിംഗ് മോഡലും കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ പേ ചെയ്യുന്ന ഫീസ് വെച്ചിട്ടാണ് അവർ പേ ഔട്ടും കാര്യങ്ങളും നമുക്ക് പേ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പ്രോഫേമിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ്. ഇങ്ങനെയുള്ള ഹിഡൻ ആയിട്ടുള്ള റൂൾസും അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം അവർ വെക്കുന്ന സമയത്ത് ആൾക്കാർ ചാലഞ്ചസ് ബൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ സംഭവിക്കുക, അവർ ഫെയിൽ ആകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രോബിലിറ്റി കൂടുന്ന സമയത്ത് ഫണ്ടിങ് പിപ്സിനെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ബിസിനസ്സിൻ്റെ പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യുന്നത് ഹൈ ആയിട്ട്, അതായത് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു സെറ്റപ്പിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ട്രേഡറെ സംബന്ധിച്ച് നോക്കലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഫ്ലാഗ് നമുക്ക് ഫണ്ടിങ് പിപ്സിന് കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് സസ്റ്റൈനബിൾ ആയിട്ട് പോകും, നമുക്കിപ്പോൾ ഒന്നും പൂട്ടി പോകില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ MyForex സ്കീമെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് സൈറ്റ് എന്താ പറയുക ഷട്ട് ഡൗൺ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രേഡോ കാര്യങ്ങളോ നമ്മളെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതേപോലെ വരില്ല നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു റൂൾസും കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഫണ്ടിങ് പിപ്സിനെ ഇനി മുന്നോട്ടേക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ചാനൽസും കാര്യങ്ങളും ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ റൂൾസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ് പിപ്സിൻ്റെ ചാനൽസ് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ് വേറെ കാര്യം. അവിടെ പോയിട്ട് ചെയ്യലാണെങ്കിൽ എനിക്കും പൈസ ഇട്ട് നിങ്ങൾക്ക് ചാലഞ്ച് ബൈ ചെയ്യാനും പറ്റും. ഓക്കെ അതൊരു കാര്യം ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു, എൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. പല ആൾക്കാരും ലിങ്കിൽ പോയിട്ട് 5% കിട്ടാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്കിലൂടെ കയറുന്നതുകൊണ്ടാണ്.
ഞാൻ ജെനുവിനായിട്ട് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാലഞ്ച് ബൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാതിരിക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേം ആണ് ഫണ്ട് വിപ്സ്. ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഞാൻ ഒരിക്കലും സജസ്റ്റീവ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇനി അങ്ങോട്ടേക്ക് ഫോറക്സ് റിലേറ്റഡ് കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ടും പ്രോഫോ റിലേറ്റഡ് ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടും ടെക്നിക്കൽ അനാലിസിസ്, ICT കോൺസെപ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.